ഈ സുന്ദര കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇത് ചെറിയ പെരുന്നാൾ ദിവസമാണ്. അത് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് ഈ ഓഫീസിൽ ഞാൻ എത്തിയത്. സ്കോഷ് മാത്തോട്ടം. ഇത് ബീച്ച് ഹോസ്പിറ്റലിൽ നമ്മളെ രോഗികളെ കൂടെ കൂട്ടിരിപ്പിൻ്റെ ആൾക്കാർ ഒരു നമ്മുടെ പെരുന്നാളല്ലേ, അപ്പോൾ അതിനൊരു ഭക്ഷണം നമ്മൾ വൈകുന്നേരത്തെ ചായക്കൊരു കടി കൊടുക്കാന്നുള്ളൊരു ഇതാണ്. ഞങ്ങൾ വൈകുന്നേരത്തെ ചായ കൊടുക്കുന്നില്ല, കടി മാത്രം. ചായ ഇല്ല, കടിയാണ് അവർക്ക്. ചായ അവിടെ ഓൾറെഡി നമുക്ക് അതിനുള്ള സൗകര്യം ഇല്ല. അപ്പം നമ്മളിപ്പോൾ ഇപ്രാവശ്യം 2ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ എന്താ കൊടുക്കുന്നത്? ഇതിൽ ഒരു 4 ഐറ്റംസുകളുണ്ട്. നമ്മളെ വീട്ടിൽ നമ്മളെ പെരുന്നാളിന് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളില്ലേ, പഴനിറച്ചത്, ഇറച്ചിക്കേക്ക്, അതുപോലെ ചട്ടിപ്പത്തി, അതുപോലുള്ള ഓരോ ഐറ്റംസാണ്. നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ പെരുന്നാളിന് രാവിലെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളില്ലേ, വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഭക്ഷണങ്ങളാണ്. അത് നമ്മൾ ഇവിടേക്ക് എത്തിച്ചിട്ട് നമ്മളെ സ്ക്വാഷിൻ്റെ ഓഫീസിൽ എത്തിച്ചിട്ട് അവിടെ നമ്മൾ പാക്ക് ചെയ്തിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. 1980 പ്രവർത്തനം ആരംഭിച്ച ഒരു സംഘടനയാണ് സ്കോഷ്. ഇന്ന് 45 വർഷത്തിലധികമായി പ്രവർത്തനമായി മുമ്പോട്ട് പോകുന്നു. കൂടുതലായിട്ടും ചാരിറ്റി പ്രവർത്തനമാണ് ഈ സംഘടന നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഇവരെല്ലാവരും ബീച്ച് ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നത്. ഇവിടെ അഡ്മിറ്റായ രോഗികൾക്ക് അവരുടെ കൂടെയുള്ള ആളുകൾക്കുമുള്ള സ്നാക്സാണ് കൊടുക്കുന്നത്. ഇന്നത്തെ ഈ ഫംഗ്ഷൻ്റെ ചീഫ് ഗസ്റ്റ് നമ്മുടെ പ്രിയങ്കരനായ CE ചാക്കുണ്ണിയാണ്. വ്യാപാരിയും വ്യവസായിയുമായിട്ടുള്ള CE ചാക്കുണ്ണി NVR ക്യാൻസർ സെൻ്ററിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗം കൂടിയാണ്. ഒരുപാട് വിശേഷണങ്ങൾ പറയാനുണ്ട്. എന്നിരുന്നാലും പാക്കറ്റ് സ്നാക്സാണ് ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. രോഗികൾക്കും രോഗികളുടെ കൂടെയുള്ള ആളുകൾക്കും, എന്തിനു പറയുന്നു, വിസിറ്റേഴ്സിന് വരെ ഈ ഫുഡ് പാക്കറ്റ് വിതരണം ചെയ്തു. സംഘടിപ്പിക്കുന്ന കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിലെ രോഗികൾക്കും കൂട്ടിരിപ്പ് ആൾക്കാർക്കും ലഘുഭക്ഷണം, വൈകുന്നേരത്തെ ലഘുഭക്ഷണം വിതരണമാണ് നടക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന ഒരു ലഘുഭക്ഷണ വിതരണമാണ്. പരിശുദ്ധ റംസാൻ മാസശേഷം ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് സ്ക്വാഷ് മാത്തോട്ടം എല്ലാ വർഷവും ബീച്ച് ഹോസ്പിറ്റലിലെ രോഗികൾക്കും കൂട്ടുകാർക്കും ഈ ഭക്ഷണ പാക്കറ്റ് നൽകുന്നത് വലിയൊരു ആശ്വാസ നടപടികളാണ്. ആഘോഷ വേളകളെല്ലാം ഇങ്ങനെ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളാണ് ഇതുവരെ നടത്താറ്. അടുത്ത വർഷം മുതൽക്ക് ഉടനെ തന്നെ നമ്മളത് മയക്കുമരുന്ന് ലഹരി പ്രവർത്തനം കൂടി സ്കോഷ് സംഘടന മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. രക്ഷിതാക്കളെയാണ് നമ്മൾ ബോധവൽക്കരിക്കേണ്ടത്. ആ കാര്യത്തിൽ കൂടി സ്കോഷിന്റെ പ്രവർത്തനങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്ന് അഭ്യർത്ഥിക്കുകയാണ്.
വളരെ വിനയത്തോടും ആദരവോടും കൂടി സാധാരണ എല്ലാ സംഘടനകളും ചെയ്യുന്നതിന് വ്യത്യസ്തമായിട്ട് നമ്മുടെ സംഘടനയുടെ മെമ്പർമാർ തന്നെ സ്വന്തം വീടുകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം കളക്ട് ചെയ്ത് വളരെ കൃത്യതയോടും ശുദ്ധതയോടും കൂടിയിട്ട് രോഗികൾക്ക് കൂട്ടിരിപ്പുകാർക്കും കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഭക്ഷണങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതിന്റെ ഒരു പകുതി ഇവർക്ക് കൂടെ നമ്മൾ ഷെയർ ചെയ്യുകയാണ് ഈ നല്ലൊരു വേളയിൽ. ഇതാണ് എനിക്കിതിൽ കാര്യമായിട്ട് പറയാനുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ വർഷമാണ് സ്റ്റാർട്ട് ചെയ്തത്. കഴിഞ്ഞ വർഷം നമുക്ക് 100 പേർക്കേ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം നമ്മളൊന്ന് വിപുലീകരിച്ച് 250 പേർക്ക് കൊടുക്കാനുള്ളൊരു ഇതിലെത്തിയിട്ടുണ്ട്. 250 പേർക്ക് സ്ക്വാഷ് 43 വർഷമായിട്ട് മാത്തോട്ടം പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ്. മെയിനായിട്ട് ചെയ്യുന്നത് നമ്മൾ ചാരിറ്റി പ്രവർത്തനങ്ങളാണ്. നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഓക്സിജൻ കോൺസെൻട്രേറ്റർ, പിന്നെ ബൈപ്പാസ് മെഷീന്, വാക്കർ, എയർബെഡ്, വീൽ ചെയർ, ഇത്തരത്തിലുള്ള സാധനങ്ങൾ പൂർണ്ണമായിട്ടും സൗജന്യമായ രീതിയിൽ രോഗികൾക്ക് കൊടുത്തിട്ട് അവരാവശ്യം കഴിയുന്നവരെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ തിയറി. 43 വർഷമായി ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ വളരെ നല്ല രീതിയിൽ ആ സംഘടന ചെയ്തു പോകുന്നുണ്ട്. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പബ്ലിക്കിൽ നിന്ന് ഒരു പൈസയും നമ്മൾ ഈടാക്കുന്നില്ല. മെമ്പർമാരുടെ കോൺട്രിബ്യൂഷൻ മാത്രം കൊണ്ടാണ് ഈ 43 വർഷം നമ്മൾ മുന്നോട്ട് പോയിരിക്കുന്നത്. ദൈവാനുഗ്രഹം എന്ന് പറയാം. ഇനി നിങ്ങള് മുമ്പോട്ടുള്ള എന്തൊക്കെ പദ്ധതികളാണുള്ളത്? നമ്മളെ ഏരിയയിൽ, നമ്മളെ മാത്തോട്ടം ഏരിയയിൽ, നടുവട്ടം ബീപ്പൂർ ഏരിയയിൽ നമുക്കൊരു ഡയാലിസിസ് സെന്ററും അതേപോലെ തന്നെ ഒരു ഫിസിയോതെറാപ്പി സെന്ററും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനുള്ള പരിശ്രമത്തിലാണ് നമ്മളുള്ളത്. ഒരു വർഷം നമ്മൾ അടുത്ത് തന്നെ ഒരു മെഗാ ഒരു ഇവന്റ്, ഒരു ഫുഡ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിട്ട് അതിന്റെ കൂടെ പൈസ കണ്ടെത്തിയിട്ട് പിന്നെ നമ്മുടെ ചാക്കുണ്ണി സാറിനെ പോലുള്ള, അതായത് കോഴിക്കോടുള്ള വലിയ വലിയ ആളുകളെ കാരുണ്യം കൊണ്ടും നമുക്ക് അത്തരത്തിൽ ഫണ്ട് നമ്മൾ സ്വരൂപിച്ചിട്ട് ഈ കഴിഞ്ഞ വർഷം ഏകദേശം 15 ലക്ഷം രൂപയുടെ ചാരിറ്റി പ്രവർത്തനമാണ് സ്കോഷ് നടത്തിയത്. ഈ പണം മൊത്തത്തിൽ ഇവരുടെ മെമ്പേഴ്സിൽ നിന്നും കളക്ട് ചെയ്തത് മാത്രമാണ്. പുറമെ നിന്ന് ഒരു തരത്തിലുള്ള ഇടപെടലുകളും കളക്ഷനും ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കോഴിക്കോട് കോർപ്പറേഷൻ യുനെസ്കോ സാഹിത്യ നഗരിയായിട്ട് പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ തപാൽ വകുപ്പിൻ്റെ സ്പോർട്സ് വാർത്തകളിൽ റിലീസ് ചെയ്ത കവറും അതോടൊപ്പം ശ്രേഷ്ഠ കാതോലിക്ക ബാവയുടെ സ്ഥാനോടനുബന്ധിച്ച് പ്രത്യേകം ഇറക്കിയ സ്റ്റാമ്പുമാണ് ഞാൻ വളരെ ബഹുമാനപൂർവ്വം നമ്മുടെ ഈ സ്കോഷ് സംഘടനയുടെ പ്രസിഡന്റിനെ ഏൽപ്പിക്കുന്നത്. വീടുകളിൽ കവറിട്ടുണ്ടോ? ഇത് സ്കോഷിന്റെ മെമ്പർമാർ കോൺട്രിബ്യൂഷനും അതേപോലെ തന്നെ അവരുടെ സൗഹൃദ വലയങ്ങളിലും അവരുടെ കുടുംബക്കാരിൽ നിന്നും കളക്ട് ചെയ്തിട്ട് പെരുന്നാളിനുണ്ടാക്കുന്ന സാധനങ്ങൾ കളക്ട് ചെയ്തിട്ട്